നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് 2024 അവർക്ക് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ വർഷമൊക്കെ 2023 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് അവരുടെ ആ ഒരു സന്തോഷം അല്ലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ വരുന്നത്. ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ആ ഒരു കഴിവിനനുസരിച്ചുള്ള ഒരു അംഗീകാരവും അവരുടെ ജോലി സ്ഥലത്ത് ലഭിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ വന്നാൽ അത് എനിക്ക് അനുയോജ്യമാണ് എന്ന് അവർ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിന് നല്ല സമാധാനം ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ഇടയ്ക്ക് ഈ നക്ഷത്രക്കാർക്ക് നല്ലൊരു സ്റ്റാറ്റസ് വർദ്ധിക്കും. പക്ഷെ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ സാധിക്കും. പക്ഷെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പഠിച്ച് ശേഷം തന്നെ അത് മുന്നോട്ട് പോകാം. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സാമ്പത്തിക കാര്യങ്ങൾ ഡീൽ ചെയ്യുക. കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ അവരെ വിഷമിപ്പിക്കുന്നതല്ല, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഈ നഷ്ടക്കാർ കഴിവതും ഉപയോഗിക്കാതിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ബിസിനസ്സിൽ കുറച്ചെങ്കിലും അവർക്ക് ഉയർന്നു വരാൻ സാധിക്കുക. പക്ഷേ വിദേശമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് പോകാനും ഈ വർഷം സാധിക്കും. രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് 2024. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന്, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന പ്രശ്നത്തിന് നമ്മൾ പഴി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കും. കലാരംഗത്തും മീഡിയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർ നമ്മൾ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ അത് നമുക്ക് ഡബിൾ എഫക്റ്റ് നമ്മുടെ കരിയറിൽ ഭാവിയിൽ തീർച്ചയായിട്ടും ലഭിക്കും. കുട്ടികൾ അവർ രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കണം. അത് ഈ ഒരു വർഷം അവർക്ക് കരിയറിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പല കൂട്ടുകെട്ടുകളിലൂടെ ആ ഫ്രണ്ട്സ് പറയുന്നത് കേട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഠിക്കേണ്ടത് കൃത്യമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു ഏകാഗ്രതയോടുകൂടി ഇരുന്ന് പഠിച്ചാൽ മാത്രമേ അവർക്ക് കരിയറിൽ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദീർഘദൂര യാത്രകൾ പോകുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ആ ഉറക്കം ആ ഒരു ടൈമിങ്ങിൽ ചെയ്യണം. അതല്ലെങ്കിൽ അവർക്ക് യാത്രയും മറ്റ് അപകടങ്ങളിലേക്കുള്ള സാധ്യതയും ഈ വർഷം ഉണ്ടാവും. ആരോഗ്യ സംബന്ധമായിട്ട് അസ്ഥി, ഞരമ്പ്, പല്ല് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൃത്യസമയത്ത് എടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഉറക്കം കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.